ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബോർഡിൽ തന്നെ ചിത്രം വരയ്ക്കാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. അതാണ് ഞാനൊരു ഒരു ബോർഡിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റിലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് അതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നല്ല തിക്കായിട്ട് വേണം നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ആദ്യമേ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ബ്രഷ് എങ്ങനെയാണ് പിടിച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് പിടിക്കുമ്പോൾ താഴേന്ന് മുകളിലേക്കായിരിക്കണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ തന്നെ വലിയ ബ്രഷ് ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന അതേ ഫിനിഷിങ് തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ബോട്ടിൽ മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആ ഒരു ബ്രഷ് പിടിക്കുന്ന രീതി ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുത്തു പെയിൻറ്റ്. അതിലേക്ക് ഈ മൂന്നാമത്തെ പ്രാവശ്യവും കൂടി അതിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഡ്രൈ ആവുന്നതിന് ഒരു 3 മണിക്കൂറോളം ഞാൻ വെയിലത്ത് വെച്ചു. അതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നമുക്കതിലേക്ക് പിക്ചർ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ 2 കളറാണ് എടുത്തേക്കുന്നത്. ഒന്ന് യെല്ലോയും റെഡും കളറാണ് എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പിക്ചർ വരയ്ക്കുന്നത്. നിങ്ങൾ നോക്ക് ബ്രഷ് എങ്ങനെയാണ് ഞാൻ പിടിക്കുന്നതെന്ന്. വളരെ സിമ്പിളായിട്ടാണ് പിക്ചർ വരയ്ക്കാൻ പറ്റുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുറേ നേരം ടൈം ഒന്നും എടുക്കണ്ട. നമുക്ക് ഈ ഒരു പൂ വരയ്ക്കുന്നതിന് ബ്രഷ് നല്ല രീതിയിൽ വിടർത്തിയിട്ട് അതിൻ്റെ ആ ഒരു ബ്രഷിൻ്റെ ഭാഗം നല്ല രീതിയിൽ വിടർത്തിയാണ് നമ്മൾ ഫ്ലവർ വരയ്ക്കുന്നത്. നമ്മുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാൽ മാത്രം മതി നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പൂ രീതിയിലായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വളരെ ഈസിയാണ്. കൂടാതെ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഇതൂടെ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് ആ ഒരു ബോട്ടിൽ മൊത്തം പൂക്കൾ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കളറൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി വേറൊരു ഫിനിഷായിട്ട് വരും. പിന്നെ നമുക്ക് ആ ഒരു പൂവെല്ലാം അങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഡോട്ട് പോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ബ്രഷ് വെച്ച് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ബഡ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. പിന്നെ നമുക്ക് ലീഫ് വരയ്ക്കുകയാണ്. ലീഫ് എന്ന് പറയുന്നത് നമുക്ക് കുറേ ടൈം എടുത്തൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വര കൊടുത്താൽ മാത്രം മതി. അത് പെയിൻറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ കളറിലായിട്ട് ലീഫ് കളറിലായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും കൂടി ചെയ്യും. അങ്ങനെ ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബോട്ടിൽ മൊത്തം നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം മാത്രം വരച്ചാൽ മതി പിക്ചർ. പിന്നെ ബാക്കി ഭാഗം ചുമ്മാതെ ഇട്ടിരുന്നാൽ മതി. അതാണ് നിങ്ങൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വര വീതം, മൂന്നാമതായിട്ട് സെൻറ്ററിലും ഒരു വര കൊടുത്താൽ മാത്രം മതി. നല്ല ഫിനിഷായിട്ട് തന്നെ നമ്മുടെ ലീഫ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് പൂവിൻ്റെ കളർ വേറെ ഏതെങ്കിലും കളർ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറാണോ കോമ്പിനേഷൻ വേണ്ടത് ആ കളറും കൂടി ചേർത്ത് വൈറ്റ് കളറിൻ്റെ കൂടെ വരയ്ക്കാവുന്നതാണ്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ലീഫ് വരച്ചു കൊടുക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈസി അല്ലേ തോന്നുന്നത്. നമ്മൾ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ആ ഒരു വർക്ക് ഫിനിഷായിട്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ബോട്ടിൽ ഞാൻ വെയിലത്ത് വെച്ച് ഉണങ്ങുന്നതിന് വേണ്ടി മാറ്റി വെച്ച് അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു ബോട്ടിലും കൂടി ഞാൻ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു കാലി ബോട്ടിൽ പച്ച കളറിൽ ഒരു ബോട്ടിലാണ്. അതിലൊരു പെയിൻറ്റും ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതിലേക്കാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി എടുത്തേക്കുന്നത് റോസ് കളറും ബ്ലൂ കളറും കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഞാൻ തയ്യാറാക്കുന്നത്. കാരണം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ ആ ഒരു ഗ്രീൻ ബോർഡിൽ തന്നെ നല്ലൊരു അട്രാക്ഷനായിട്ട് ആ ഒരു ഫ്ലവർ വരുന്നത്. കാരണം നമ്മുടെ പട്ട് റോസാപ്പൂവിൻ്റെ കളറിലായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ബോട്ടിലിൽ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. പൂവുകളുടെ ഇതളുകൾ നമുക്ക് 3, 4, 5 വരെ മാക്സിമം വരച്ചു കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പിന്നെ കൂടുതലായിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഭംഗി കൂടും. ഞാനിവിടെ മാക്സിമം ഒരു 5 ഇതളുകൾ വരെ വരച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ടാണ് പൂവുകളുടെ ഇതളുകൾ വരയ്ക്കേണ്ടത്. വെറും ഒരു പ്രാവശ്യം തൊട്ടതിന് ശേഷം നമുക്കൊരു 5 ഇതൾ വരെ വരയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് ഡ്രൈ ആവുകയും കൂടി ചെയ്യും. പിന്നെ കൂടാതെ തന്നെ നല്ലൊരു ഫിനിഷിങ്ങുമാണ് നമുക്ക് അങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ.
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ഞാൻ കരുതുന്നു. റോസും ബ്ലൂവും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക കളറാണ് അവിടെ വരുന്നത്. നല്ലൊരു ഫിനിഷിംഗ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മാത്രമായിട്ട് വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ഒരു വേറൊരു രീതിയിലുള്ള ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കൂടി ഇതിൻ്റെ കൂടെ പിക്ചറും കൂടി വരയ്ക്കാവുന്നതാണ്, ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. കാരണം നമുക്ക് പടം വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പടവും വരയ്ക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് ഞാൻ കവറപ്പ് ചെയ്ത് വരയ്ക്കുന്നില്ല. പിന്നെ നമ്മുടെ ആ ഒരു ഇടയ്ക്ക് പൂവെല്ലാം വരച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഒരു യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് യെല്ലോ കളർ തൊട്ട് കൊടുക്കുമ്പോൾ റൗണ്ട് ഫിനിഷായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഒരു ബഡ്സ് എടുത്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ റൗണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മൊത്തവും വരച്ച പൂക്കളുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ സെൻട്രലിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. നിങ്ങൾ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇടയ്ക്ക് കൂടെ ഒരു യെല്ലോ കളർ കോമ്പിനേഷൻ കൊടുക്കുകയാണ്. ഞാൻ ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ അത് എറിക്കുന്നില്ല, അതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി പിന്നെ യെല്ലോ കളർ മാത്രമായിട്ട് ജസ്റ്റ് ഇങ്ങനൊരു ലൈൻ പോലെ വരച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന ഭാഗത്തൊന്നുമില്ല, നമുക്ക് കണ്ണി കാണുന്ന ഭാഗത്തൊക്കെ അങ്ങ് വരച്ചു കൊടുക്കാം. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം എവിടെയൊക്കെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങളങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും അങ്ങനെ വരച്ചു കൊടുത്ത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾ വെറുതെ കളയുന്ന ബോട്ടിലിനകത്ത് ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഷോ പീസായിട്ട് വെച്ച് നോക്കുക, നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിനൊരു കുളിർമയേകുന്നതായിരിക്കും. കാരണം വളരെ സിമ്പിളാണ്, കൂടാതെ നല്ല ഭംഗിയും കൂടിയുള്ള ഒരു 2 ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കണും കൂടി അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.